ആഫ്രിക്ക ഒരു വലിയ ഭൂഖണ്ഡമാണ്. അതിനാൽ ആഫ്രിക്കൻ സംസ്കാരം എന്നത് ഒറ്റയടിക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഓരോ രാജ്യത്തിനും ഗോത്രത്തിനും അവരുടേതായ തനതായ സംസ്കാരമുണ്ട്. എന്നിരുന്നാലും പൊതുവായ ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് ഗോത്രങ്ങളും ഭാഷകളും നിലവിലുണ്ട്. ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലകളും സംഗീതവും ഭക്ഷണരീതികളുമുണ്ട്. ഈ വൈവിധ്യം ആഫ്രിക്കൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ്. കുടുംബബന്ധങ്ങൾക്കും സാമൂഹിക കെട്ടുറപ്പിനും ആഫ്രിക്കൻ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പലപ്പോഴും വ്യക്തിഗത താൽപ്പര്യങ്ങളെക്കാൾ സമൂഹത്തിന്റെ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുകയും പൂർവികരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതി പലയിടത്തും കാണാം. ആഫ്രിക്കൻ കലയും സംഗീതവും ലോകപ്രശസ്തമാണ്. താളത്തിനും നൃത്തത്തിനും ഈ സംസ്കാരത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഡ്രമ്മുകൾ, മറ്റ് തനതായ സംഗീതോപകരണങ്ങൾ എന്നിവ ആഫ്രിക്കൻ സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മുഖംമൂടികൾ, മരത്തിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവ ആഫ്രിക്കൻ കലയുടെ പ്രധാന ഭാഗങ്ങളാണ്. ഇവ പലപ്പോഴും മതപരമായ ചടങ്ങുകളിലും ആചാരങ്ങളിലും ഉപയോഗിക്കുന്നു. ആഫ്രിക്കൻ ഗോത്രങ്ങൾക്ക് തനതായ ആചാരങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. പൂർവികരെ ആരാധിക്കുകയും പ്രകൃതി ശക്തികളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു രീതി പലയിടത്തും കാണാം. ചില ഗോത്രങ്ങളിൽ വിവാഹ രീതികൾ, ശവസംസ്കാര ചടങ്ങുകൾ, മറ്റ് സാമൂഹിക ചടങ്ങുകൾ എന്നിവ വളരെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, ചില ഗോത്രങ്ങൾ മരിച്ചവരുടെ സൂപ്പ് കുടിക്കുന്ന ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. മറ്റ് ചിലയിടത്ത് ഭാര്യമാരെ അതിഥികൾക്ക് സൽക്കരിക്കുന്ന രീതികളും കാണാം. ആഫ്രിക്കൻ ഭക്ഷണം വളരെ വൈവിധ്യപൂർണ്ണമാണ്. ഓരോ പ്രദേശത്തും വ്യത്യസ്തതകൾ കാണാം. ധാന്യങ്ങൾ, പച്ചക്കറികൾ, മാംസം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ജൊലോഫ് റൈസ്, ടാഗിൻസ്, ഇഞ്ചറ, ബോബോട്ടി തുടങ്ങിയവ ചില പ്രധാന ആഫ്രിക്കൻ വിഭവങ്ങളാണ്. ആഫ്രിക്കയിലെ വസ്ത്രധാരണ രീതികളും വളരെ വൈവിധ്യമാർന്നതാണ്. ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ നിറങ്ങളും പാറ്റേണുകളും ശൈലികളും ഉണ്ടാകും. തുണിത്തരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആഫ്രിക്കൻ വൻകരയ്ക്ക് സമ്പന്നമായ ചരിത്രവുമുണ്ട്. പുരാതന ഈജിപ്ത്, മാലി സാമ്രാജ്യം, ഘാന സാമ്രാജ്യം തുടങ്ങിയവ ഒട്ടനവധി സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്നു. കോളനിവൽക്കരണം ആഫ്രിക്കൻ സംസ്കാരത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ നൂറുകണക്കിന് ഗോത്രങ്ങളുണ്ട്. ഓരോ ഗോത്രത്തിനും അതിൻ്റെതായ ഭാഷ, ആചാരങ്ങൾ, ജീവിത രീതികൾ എന്നിവയുമുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ ഇതാണ്. മസായി. കിഴക്കൻ ആഫ്രിക്കയിൽ കെനിയയിലും ടാൻസാനിയയിലുമായി താമസിക്കുന്ന അർദ്ധനാടോടികളായ ഒരു ഗോത്രമാണിത്. അവരുടെ ചുവന്ന നിറത്തിലുള്ള വസ്ത്രധാരണ രീതി, കൊന്തകൾ കൊണ്ടുള്ള ആഭരണങ്ങൾ, ചെവിതുളച്ചു വലിച്ചു നീട്ടുന്ന രീതി എന്നിവ ശ്രദ്ധേയമാണ്. കന്നുകാലി വളർത്തലാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗം. യുവപുരുഷന്മാരെ മുതിർന്നവരാക്കി മാറ്റുന്ന യുനോട്ടോ എന്ന യോദ്ധാവ് ആരംഭിക്കൽ ചടങ്ങ് ഇവരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ്. സുളു. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ വംശീയ വിഭാഗങ്ങളിലൊന്നാണ് സുളു. അവരുടെ ശക്തമായ യോദ്ധാക്കളുടെ പാരമ്പര്യവും വർണ്ണാഭമായ വസ്ത്രങ്ങളും നൃത്തങ്ങളും പ്രശസ്തമാണ്. ഇസിസുലു ആണ് ഇവരുടെ ഭാഷ. യോരുബ. നൈജീരിയയിലും ബെനിനിലും ടാഗോയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വംശീയ വിഭാഗമാണ് യോരുബ. അവരുടെ സങ്കീർണമായ മതം, കല, സംഗീതം എന്നിവ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹാസ. നൈജീരിയയിലെയും നൈജറിലെയും ഒരു പ്രധാന വംശീയ വിഭാഗമാണ് ഹാസ. അവരുടെ ഇസ്ലാമിക സംസ്കാരവും വാസ്തുവിദ്യയും കച്ചവട പാടവവും ശ്രദ്ധേയമാണ്. ഈജിപ്തുകാർ. വടക്കൻ ആഫ്രിക്കയിലെ പുരാതന ഈജിപ്ഷ്യൻ നാഗരികത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും സ്വാധീനമുള്ളതുമായ സംസ്കാരങ്ങളിൽ ഒന്നാണ്. പിരമിഡുകൾ, ഹൈറോഗ്ലിഫിക്സ്, മതപരമായ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം അവരുടെ സവിശേഷതകളാണ്.